കോയിൻ ത്രോ വിത്ത് സർക്കിൾസ് ജസ്റ്റ് കാണിച്ചല്ല ഞാൻ. ഇത് റിംഗ് ത്രോ നമ്മൾ പറഞ്ഞില്ലേ, ബോട്ടിൽ വെച്ചിട്ട് റിംഗ് ഇടുന്നത് പറഞ്ഞില്ലേ, ഫണ്ട് റൈസർ ഗെയിംസിൽ പറഞ്ഞില്ലേ, അതേപോലെ ഒരു ബോട്ടിൽ അവിടെ വെക്കും, എന്നിട്ട് 3 ലൈൻ ഇടും. ഇത് കോയിനും അങ്ങനെ തന്നെ ചെയ്യാം. 3 ലൈൻ ഇടും. ആദ്യത്തെ ലൈനിൽ നിന്നിട്ട് ബോട്ടിലിന് ചുറ്റും റിംഗ് വീണാൽ അതിന് 5 പോയിന്റ്. അടുത്ത ലൈനിൽ നിന്ന് ഇട്ടാൽ 10 പോയിന്റ്സ്. അതിന്റെ അടുത്ത ലൈനിൽ നിന്ന് ഇട്ടാൽ 20 പോയിന്റ്സ്. 5, 10, 20. അപ്പൊ 3 ചാൻസ് ആണ് ഓരോരുത്തർക്കും കൊടുക്കുക. യൂഷ്വലി എന്താ നമ്മൾ കാണാൻ, സ്വപ്നങ്ങൾ ചെറുതാണെങ്കിൽ അവർ 5ൽ നിന്ന് തന്നെ 3 വീഴും. ആദ്യത്തെ 2 എണ്ണം വീണാലും മൂന്നാമത്തേത് അവിടുന്ന് ഇടുള്ളൂ, കാരണം അവരുടെ സ്വപ്നങ്ങൾ ചെറുതാണ്. അതേസമയം ചിലരുണ്ട് 5ൽ നിന്ന് ഇട്ടിട്ട് if 5 they get, they will try from 10, they will try from 15. വേറെ ചിലരുണ്ട് വളരെ അൺറിയലിസ്റ്റിക് ആയിട്ട് 20ൽ നിന്ന് ഇടുള്ളൂ, ഏറ്റവും വലുതിൽ നിന്ന് ഇടുള്ളൂ. പോയാലും കുഴപ്പമില്ല, അവർക്ക് 0 മതി. 3 ചാൻസ് മൊത്തം 20 ആയിരിക്കും ഏറ്റവും ലോങ്സ്റ്റ്. മൊത്തം 3 ചാൻസ്. മൊത്തം 3 ചാൻസ്. 3 സ്ഥലത്തും കൂടെ നമുക്ക് ലെവൽ ചെയ്യാം. അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. പരമാവധി പോയിന്റ് കിട്ടിയാലാണ് അവർ വിജയിക്കും. ഓക്കെ, അപ്പൊ അത് ബോട്ടിൽ വെച്ച് ചൂരല് കൊണ്ട് സർക്കിൾ ഉണ്ടാക്കി, റിംഗ് ഉണ്ടാക്കി, റബ്ബർ ബാൻഡ് ഇട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ചോക്ക് കൊണ്ട് നമ്മൾ ഒരു വൃത്തം വരയ്ക്കുന്നു, എന്നിട്ട് കോയിനാ കൊടുക്കുക. അപ്പൊ കോയിൻ ഉരുണ്ടും കൂടെ പോകും. അപ്പൊ കോയിൻ കറക്റ്റ് ടോസ് ചെയ്ത് ഇടണം. പിന്നെ ഒരെണ്ണമല്ല ഉണ്ടെങ്കിൽ ബേസ് ബാസ്കറ്റ് വെച്ചിട്ട് ബോൾ കൊടുക്കുന്നതാണ്. അത് ഫണ്ട് റൈസർ ഗെയിംസിൽ നമ്മൾ കൂടുതൽ കാണും. ഇത് ഏകദേശം ഏറ്റവും ആദ്യത്തെ ലൈൻ വരയ്ക്കുന്നത് അല്പം റിയലിസ്റ്റിക് ആയിട്ട് ഇടാവുന്ന രീതിയിലായിരിക്കണം, എന്നാൽ പോലും പിള്ളേർ തെറ്റി. പിന്നെ വെറും സർക്കിൾ വരയ്ക്കുന്നതും കോയിൻ ടോസിംഗ് ഒക്കെ ആണെങ്കിൽ കോൺസെൻട്രിക് സർക്കിൾസ് വരയ്ക്കുന്നത് വേറെ ലെവലാണ്. അതായത് ഒരു സർക്കിള്, അതിന് ചുറ്റും ഒരു സർക്കിള്, അതിന് ചുറ്റും ഒരു സർക്കിള്. ഓക്കെ, അപ്പൊ ഇൻസൈഡ് സർക്കിൾ ഇഫ് യു പുട്ട് ദ കോയിൻ, അതിനാണ് ഏറ്റവും പോയിന്റ് കൂടുതൽ. തൊട്ടടുത്ത സർക്കിളിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൽ കുറവ്, വലിയ സർക്കിളിലാണെങ്കിൽ അതിലും കുറവ്. മേ ബി നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇതിനകത്ത് വീണാൽ 100 പോയിന്റ് കൂട്ടിക്കോ. വേണ്ട, വരയ്ക്കലൂടെ പ്രശ്നമായി. ഇത്രയത്തിനകത്ത് വീണ് കഴിഞ്ഞാൽ 50 പോയിന്റ്. ഈ കളത്തിനുള്ളിൽ വീണ് കഴിഞ്ഞാൽ 25 പോയിന്റ്. ഓക്കെ, എന്നിട്ട് ഇതല്ല നമ്മൾ പറഞ്ഞ, ഇതല്ലേ പറഞ്ഞ, അതല്ല, ഒരു നിശ്ചിത ദൂരം കൊടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇടണ്ട. സെക്കൻഡ് ലെവലിൽ കിട്ടി. അപ്പം ഒരെണ്ണം സെക്കൻഡ് ലെവല് എനിക്ക് 50 പോയിന്റേ ഉള്ളൂ. ഇതിനകത്ത് വീണാൽ 100, ഈ സർക്കിളിൽ വീണാൽ 50, ഇതിൽ വീണാൽ 25. 3 ത്രോ കൊടുക്കണം. അപ്പൊ 3 ത്രോ കൊടുത്താൽ അവരുടെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് ബേസ് ചെയ്തിട്ട് അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട്, എല്ലാവരും കൊണ്ട് ചെയ്യിക്കണ്ട, ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കുക ചെയ്യും. അതാണ് സാധനം. എടുക്കല്ലേ